എല്ലാവർക്കും ഓർമ്മയുണ്ടോ നമ്മൾ എന്താ ചെയ്തതെന്ന്? നമ്മള് നമ്മുടെ ലാസ്റ്റ് EVSന്റെ ക്ലാസ്സില് കുറെ തിങ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തതല്ലേ? അതായത് എടുക്കുക, ടെക്സ്റ്റ് ഓപ്പൺ ചെയ്യുക, തിങ്സ് വി ഡു അല്ലേ? ലത keeps her room clean. അതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? രാജ does his homework. അതല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഓക്കെ, അപ്പോ അതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ? ലത keeps her room clean അല്ലേ? രാജ does his homework. Okay, Sudeep listen to music അല്ലേ? Then Ali and Tom play football. Then Seema sings and dances അല്ലേ? Okay, അപ്പോ ലത keeps her room clean അല്ലേ? ലത her room clean ചെയ്യാണല്ലേ? Then രാജ does his homework. ആരാ ഒന്ന് വായിച്ചു തരിക നന്നായിട്ട് ടീച്ചർക്ക്? എല്ലാവരുടെ അടുത്തും ടെക്സ്റ്റ് ഇല്ലേ? ഓക്കെ, ഇഷാൻ ഫസ്റ്റ് കൈ ഉയർത്തിയിട്ടുണ്ട്. ഇഷാൻ, ഓക്കെ, ഇഷാൻ നന്നായിട്ട് വായിക്കാൻ പോകുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക, ലിസൺ ചെയ്യുക, ബുക്കില് നോക്കിയിട്ട് നന്നായിട്ട് ഇഷാൻ വായിക്കുമ്പോ വായിക്കുക കേട്ടോ. ഓക്കെ, ലിസൺ. ഓക്കെ ഇഷാൻ. Things we do. Lata keeps her room clean. Raja does his homework. Sudeep listens to music. Ali and Tom play football. Seema sings and dance. ഓക്കെ, വെരി ഗുഡ്. ഇഷാൻ നന്നായിട്ട് വായിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, ഇനി ആരാ ഒന്ന് വായിക്കുന്നത്? ക്രിസ്റ്റോ, ഒന്ന് വായിച്ചേ മോനെ. ക്രിസ്റ്റോ, ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, നോക്കിയിട്ട് ഒന്ന് വായിക്കുക. തിങ്സ് വി ഡു അല്ലേ? ഒന്ന് വായിച്ചേ ക്രിസ്റ്റോ ജോൺ. Lada keep Here go. Keep her room clean. Okay. Raja does his homework. Okay. Sudeep listen to music. Sudeep listen to music. Okay. Play football. Thomas in football. Play football അല്ലേ? Ali and Tom play football. Then Seema sings and dance. Seema okay, Seema sings and dances അല്ലേ? ഓക്കെ, അപ്പോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്ക, അത് നന്നായിട്ട് വായിക്കട്ടോ. ഭവിക, മോളൊന്ന് വായിച്ചു മോളെ. ഭവിക, where is your textbook ഭവിക? ഓക്കെ, ഓക്കെ, അൺമ്യൂട്ട് ചെയ്തേ മോളെ. രണ്ടുപേരും പോലല്ലേ? പറയുന്ന അനുസരിച്ച് ഓരോ പിള്ളേർ വായിക്കുന്ന കേൾക്കും. ആരാണ് ഈ പേര് വെച്ച്? ഓക്കെ, 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 നന്നായിട്ട് വായിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ എല്ലാവരും ഇതുപോലെ വീട്ടിൽ നിന്ന് നന്നായിട്ട് ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ക്ലാസ് കഴിഞ്ഞ ഉടനെ ബുക്കും വെച്ച് പോകാൻ പാടില്ല. ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കണം. ഓക്കെ, നമുക്ക് വായിക്കാനൊക്കെ പഠിക്കണ്ടേ? ഓക്കെ, ഓക്കെ, അപ്പോ നെക്സ്റ്റ് പേജിലുണ്ടല്ലേ? അഭയ് can bath by himself അല്ലേ? Then Radha can wear her socks. Kala can comb her hair. Tara can tie her shoelaces. Okay, ഇതുകൂടി ഉണ്ടല്ലേ? അതിന്റെ ബാലൻസ് ആണ് ഇതല്ലേ?
Abhay can bath by himself അല്ലേ? അബയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? തനിയെ ആരുടെ ഹെൽപ്പ് ഇല്ലാതെ ബാത്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ? Abhay can bath by himself. Then Radha can wear her socks. എല്ലാവരും ഇങ്ങനെ തന്നെയാണോ? സ്കൂളിൽ വരുമ്പോ അമ്മയുടെ ഹെൽപ്പ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് തനിയെ തന്നെ ബാത്ത് ചെയ്യുകയും സോക്സ് ഇടുകയും ഹെയർ കോംബ് ചെയ്യും ഒക്കെ ചെയ്യാറുണ്ടോ? ഇനിയിപ്പോ UKG-യിലായല്ലേ, വലിയ കുട്ടികളായില്ലേ, അപ്പോ എല്ലാം തനിയെ തന്നെ ചെയ്യണം അല്ലേ? ഓക്കെ, എല്ലാം തനിയെ ചെയ്ത് പഠിക്കണല്ലേ നമ്മള്? നന്നായിട്ട് ബാത്ത് ചെയ്യണം, ബ്രഷ് ചെയ്യണം, ഡ്രസ്സൊക്കെ നമ്മള് സ്വയം തന്നെ വെയർ ചെയ്യണം അല്ലേ? ഇതൊക്കെ നമ്മള് ചെയ്തു പഠിക്കണം അല്ലേ? ഓക്കെ, അപ്പോ Abhay can bath by himself. Radha can wear her socks അല്ലേ? രാധയ്ക്ക് അവളുടെ സോക്സ് നന്നായിട്ട് വെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ? ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ. ഓക്കെ, then Kala can comb her hair അല്ലേ? കലയ്ക്ക് അവളുടെ ഹെയർ ഒക്കെ നന്നായിട്ട് കോംബ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ ഗേൾസ്? നന്നായിട്ട് അമ്മയുടെ ഒന്നും ഹെൽപ്പ് ഇല്ലാതെ കല കണ്ടോ തനിയെ herself നന്നായിട്ട് മുടിയൊക്കെ കോംബ് ചെയ്യുന്നുണ്ടല്ലേ? അപ്പൊ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ആരുടെയും ഹെൽപ്പ് ഒന്നും ഇല്ലാതെ നല്ല ഗുഡ് ബോയ് ആൻഡ് ഗുഡ് ഗേൾസ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ മുടിയൊക്കെ കോംബ് ചെയ്യുക. ബോയ്സ് ഓർ ഗേൾസ് അല്ലേ, രണ്ടുപേരും നന്നായിട്ട് മുടിയൊക്കെ കോംബ് ചെയ്യുക. അമ്മേന്റെ ഒന്നും ഹെൽപ്പ് ചോദിക്കാതെ അല്ലേ? സ്കൂളിൽ വരാൻ തയ്യാറാകുമ്പോ നന്നായിട്ട് റെഡി ആയിട്ട് വരിക അല്ലേ? ഒറ്റയ്ക്ക് തന്നെ നന്നായിട്ട് മുടിയൊക്കെ കോംബ് ചെയ്യുക, കുളിക്കുക, സോക്സ് ഇടുക, യൂണിഫോം ഇടുക അല്ലേ? നന്നായിട്ട് ചെയ്യണം. അതുപോലെയാണ് കല. Then Tara can tie her shoelaces അല്ലേ? സോക്സ് ഒക്കെ ഇട്ട് shoelaces ഒക്കെ തനിയെ തന്നെ ടൈ ചെയ്യാനും പഠിക്കണം അല്ലേ? നന്നായിട്ട് shoelace ഒക്കെ കെട്ടി നല്ല നീറ്റായിട്ട് വരാൻ വേണ്ടി നമ്മള് സെൽഫ് തന്നെ ചെയ്യണം അല്ലേ? ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ. ഓക്കെ, then pick the things you can do അല്ലേ? അത് നമ്മൾ ചെയ്തോ? എല്ലാവരും ചെയ്തിട്ടുണ്ടോ? pick the things ചെയ്തിട്ടുണ്ടല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില്? ഓക്കെ, അതൊന്ന് നോക്കുക അല്ലേ? I can sing, I can swim, I can skate, I can climb trees, I can whistle, I can paint അല്ലേ? അതൊക്കെ നമ്മൾ ടിക്ക് ചെയ്യണമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലേ? ട്രീസിന്റെ മുകളിലൊക്കെ ക്ലൈംബ് ചെയ്യാൻ പറ്റുന്നവര് അത് ടിക്ക് ചെയ്യുക, വിസിൽ ചെയ്യാൻ പറ്റുന്നവര് അത് ചെയ്യാം. അന്ന് കുറെ പേര് വിസിലെല്ലാം ചെയ്ത് കാണിച്ചു അല്ലേ ടീച്ചർക്ക് കഴിഞ്ഞ ക്ലാസ്സില്? ഓക്കെ, ഇനി നമ്മൾ ഇന്ന് പുതിയ ഒരു ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ? ഓക്കെ, അതില് എന്താണ് പറയുന്നത്? കീപ് ഫിറ്റ് അല്ലേ? കീപ് ഫിറ്റ് എന്നാണ് പറയുന്നത് അല്ലേ? നന്നായിട്ട് നല്ല നമ്മുടെ ബോഡി ഫിസിക്കലി നല്ല ഫിറ്റ് ആയിരിക്കണം അല്ലേ? വെരി ഫിറ്റ് ആൻഡ് വെരി ഹെൽത്തി അല്ലേ? നമ്മുടെ ബോഡി വളരെ ഹെൽത്തി ആയിരിക്കണം. ദെൻ നല്ല ഫിറ്റ് ആയിരിക്കണം അല്ലേ? നമ്മൾ എപ്പോഴും ഫിസിക്കലി ഫിറ്റ് ആയാലേ നല്ല ഹെൽത്ത് ഉണ്ടാവുള്ളൂ അല്ലേ? ഫിസിക്കലി നമ്മൾ അൺഫിറ്റ് ആണെങ്കിൽ ദാറ്റ്സ് നോട്ട് ഫെയർ അല്ലേ? അതത്ര നന്നായിരിക്കില്ല അല്ലേ? നമ്മൾ ഫിസിക്കലി നല്ല നീറ്റും നല്ല ഫിറ്റും ആയിരിക്കണം അല്ലേ? അതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സ്പോർട്സ് ആൻഡ് എക്സസൈസസ് ആർ ഗുഡ് ഫോർ us. They keep us fit അല്ലേ? സ്പോർട്സും എക്സസൈസസും നമ്മളെ എന്താക്കുന്നു? ഗുഡ് ആക്കി വെക്കുന്നു അല്ലേ? നമ്മൾ നന്നായിട്ട് സ്പോർട്സിലും എക്സസൈസ് ചെയ്യും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? നമ്മള് നല്ല ഫിറ്റ് ആയിരിക്കും അല്ലേ ക്രിസ്റ്റോ? അവിടെ ആണോ ക്ലാസ് ക്രിസ്റ്റോ? ഇവിടെ അല്ലേ ക്ലാസ്? ഇങ്ങോട്ട് നോക്ക്. ഓക്കെ ഓക്കെ, അപ്പോ എന്താ പറയുന്ന വെച്ചാ നമ്മള് നന്നായിട്ട് സ്പോർട്സിന്റെ എന്താ? സ്പോർട്സ് എല്ലാവർക്കും സ്പോർട്സ് ഇഷ്ടമാണോ അല്ലേ? ഡിഫറെന്റ് സ്പോർട്സ് ഉണ്ട് അല്ലേ? എന്തൊക്കെയാണ് മോനെ ഇഷ്ടം? ഡിഫറെന്റ് സ്പോർട്സ്. Football, ഫുട്ബോൾ, basketball, ക്രിക്കറ്റ്, പിന്നെ ഉണ്ടല്ലേ skating,
സ്കേറ്റിംഗ്, സ്വിമ്മിങ് അല്ലേ? എല്ലാം jogging, ജോഗിങ്, സ്കിപ്പിംഗ്, ജമ്പിങ്, ഇതൊക്കെ സ്പോർട്സ് ഐറ്റംസ് ആണ് അല്ലേ ഇഷാൻ? ഓക്കെ ഇഷാൻ, ഓക്കെ വെരി ഗുഡ്. അപ്പോ ഇതൊക്കെ സ്പോർട്സ് ഐറ്റംസ് ആണ് അല്ലേ? അതായത് സ്കിപ്പിംഗ്, സ്വിമ്മിങ്, ജമ്പിങ്, സ്കേറ്റ് ചെയ്യുക, ജോഗിങ്, പ്ലേയിങ് ഈസ് ഓൾസോ ഇൻ സ്പോർട്സ് അല്ലേ? നമ്മള് നന്നായിട്ട് നമ്മുടെ ബോഡിക്ക് നല്ല ഫിസിക്കലി നല്ല ഫിറ്റ് ആയിട്ട് വെക്കണം അല്ലേ? അതിനുവേണ്ടി നമ്മള് എക്സർസൈസസും സ്പോർട്സിലും ഒക്കെ ഇൻട്രസ്റ്റഡ് ആയിരിക്കണം അല്ലേ? എന്നാൽ മാത്രമേ നമ്മുടെ ബോഡി ഫിറ്റ് ആവുള്ളൂ അല്ലേ? എക്സർസൈസ് എന്ന് വെച്ചാൽ എന്താണ്? ആരാ പറയാ എക്സർസൈസ്? ആരാ കാണിച്ചു തരുക 1-2 എക്സർസൈസസ്? ക്രിസ്റ്റോട് ചോദിക്കാം അല്ലെ നമുക്ക്. ക്രിസ്റ്റോ ജോൺ, എങ്ങനെയാ മോനെ എക്സർസൈസ് ചെയ്യുക? 1-2 എക്സർസൈസ് ഒന്ന് കാണിച്ചു തന്നെ ടീച്ചർക്ക്. ജമ്പിംഗ് ജമ്പിംഗ് ജമ്പിംഗ്, പിന്നെ വേറെന്തുണ്ട്? ഓക്കെ ജമ്പിംഗ് അല്ലെ? ക്രിസ്റ്റോ ജമ്പ് ചെയ്ത് കാണിച്ചു തന്നു. വെരി ഗുഡ്. ഓക്കെ, പിന്നെ കാശിനാഥ് എന്തോ എക്സർസൈസ് ഇപ്പൊ ചെയ്യുന്നുണ്ടല്ലോ. കാശി ഒന്ന് കാണിച്ചേ മോനെ. നോക്ക് എല്ലാരും കാശിനാഥ് ചെയ്യുന്നത്. ഇതാ നോക്ക്, ഇതും ഒരു എക്സർസൈസ് ആണല്ലേ? കൈ വെച്ചിട്ട് ഇങ്ങനെ 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 ചെയ്യുന്നതൊക്കെ എക്സർസൈസ് ആണല്ലേ? ഓക്കെ വെരി ഗുഡ് കാശി. ഇനി ആരാ ചെയ്യാൻ പോകുന്നത്? ഇഷാൻ, ഒന്ന് കാണിച്ചു കൊടുത്തേ ഇഷാൻ ഒരു നല്ല എക്സർസൈസസ്. ഓക്കെ വെരി ഗുഡ്. ഇഷാനും നന്നായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ? അപ്പോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എക്സർസൈസ് ഉണ്ട് അല്ലേ? ഒരുപാട് ടൈപ്പില് നമുക്ക് എക്സർസൈസ് ചെയ്യാം അല്ലേ? രാവിലെ നടക്കാൻ പോകാം അല്ലേ? എത്ര കുട്ടികളുടെ പേരൻസ് രാവിലെ നടക്കാൻ പോവാറുണ്ട്? ആരുടെയൊക്കെ പേരൻസ് രാവിലെ പോവാറുണ്ട്? ഉണ്ടല്ലേ? മിസ്സും പോവാറുണ്ടായിരുന്നു, പക്ഷെ മഴയായപ്പോ മടി പിടിച്ചു, ഇപ്പൊ പോവാറില്ല. ഓക്കെ, അപ്പോ നന്നായിട്ട് നടക്കാൻ പോകുന്ന ആൾക്കാരുണ്ട് അല്ലെ? രാവിലെ എണീറ്റിട്ട് കുറച്ചു ദൂരം രാവിലെയും വൈകുന്നേരം ഒക്കെ നടക്കുന്നത് നമ്മുടെ ബോഡിയെ നല്ല ഹെൽത്തി ആൻഡ് ഫിറ്റ് ആക്കിയിട്ട് വെക്കും അല്ലേ? അപ്പോ നടക്കാൻ പോകാം രാവിലെ റൺ ചെയ്യാം അല്ലേ? രാവിലെ എണീറ്റിട്ട് എവിടെയെങ്കിലും കുറച്ചു നേരം ഓടാൻ പോകാം അല്ലേ? പിന്നെന്ത് ചെയ്യാം? കളിക്കാം അല്ലേ? ഫുട്ബോളോ ക്രിക്കറ്റോ വോളിബോളോ എന്താച്ചാല് ബാസ്കറ്റ് ബോളോ ഏതെങ്കിലും ടൈപ്പിലുള്ള കളിക്കാം. ഇതൊക്കെ എക്സർസൈസ് ആണല്ലേ? ഇതൊക്കെ നമ്മുടെ ബോഡീനെ എന്താക്കും? ഫിറ്റ് ആക്കി വെക്കും അല്ലേ? അപ്പോ നമ്മൾ കളിക്കാൻ ചോദിക്കുമ്പോ നമ്മുടെ പേരൻസ് വിടാറില്ല അല്ലേ? എപ്പോഴും കളിച്ചാൽ മതിയോ ചോദിക്കും അല്ലേ? അപ്പൊ അവരോട് നമ്മൾ എന്ത് പറയണം? കളിച്ചാൽ മാത്രമേ നല്ല ഫിസിക്കലി ഫിറ്റ് ആയിരിക്കും അല്ലേ? എന്ന് വിചാരിച്ച് പഠിക്കാതെ എപ്പോഴും കളിക്കാൻ പോകാൻ പാടില്ല. കുറെ സമയം പഠിക്കുക, കുറച്ച് സമയം നമ്മൾ കളിക്കുക കേട്ടോ. അതായത് ഓടിച്ചാടി കേറി വീണ് മറിഞ്ഞ് തലയും നെറ്റിയൊക്കെ പൊട്ടിക്കലല്ല ഉദ്ദേശിച്ചത്. നന്നായിട്ട് വേറെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ കളിക്കുക അല്ലെ? സ്പോർട്സ് ചെയ്യാം, സ്വിം ചെയ്യാം. സ്വിം ചെയ്യാൻ അറിയുന്ന എത്ര പേരുണ്ട്? സ്വിം ചെയ്യാൻ അറിയുന്ന തോട്ടിലും പുഴയിലും സ്വിമ്മിംഗ് പൂളിലും ഒക്കെ ചെയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പോ സ്വിം ചെയ്യുന്നതും നല്ലൊരു എക്സർസൈസ് ആണ് കേട്ടോ. അപ്പോ കുറച്ചു നേരം സ്വിം ചെയ്യാം, സ്കേറ്റ് ചെയ്യാം. സ്കേറ്റിംഗ് അറിയാമോ ആർക്കെങ്കിലും? സ്കേറ്റിംഗ് മോളെ, where is she? മസ്ലബ, ലിസൺ, നന്നായിട്ട് ഇരിക്കുക കേട്ടോ മോളെ. എല്ലാവരും ശ്രദ്ധിച്ച് നന്നായിട്ട് ഇരിക്കുക. ഓക്കെ, നന്നായിട്ട് ലിസൺ ചെയ്തിരിക്കണം ടീച്ചർ ക്ലാസ് എടുക്കുമ്പോ. എന്നാൽ മാത്രമേ പെട്ടെന്ന് സ്കൂള് തുറക്കുകയും നമുക്ക് സ്കൂളിൽ വരാനും പറ്റൂ അല്ലേ? അപ്പോ സ്കേറ്റിംഗ് അറിയാവുന്ന എത്ര പേരുണ്ട്? സ്കേറ്റ് ചെയ്യുക,
ഇഷാൻ അറിയാമോ? ഇഷാൻ സ്കേറ്റ് ചെയ്യാൻ അറിയാമോ? ഇഷാൻ നോ അല്ലേ? ഓക്കെ. അപ്പൊ സ്കേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? എങ്ങനെയാ സ്കേറ്റ് ചെയ്യുക? ഗോഡ്വിൻ അറിയാമല്ലേ? ഗോഡ്വിൻ. ഓക്കെ, പറഞ്ഞോളൂ മോനെ. എങ്ങനെയാണ് മോനെ സ്കേറ്റ് ചെയ്യുക? അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ, പറയ്. സ്കേറ്റിംഗ് അറിയില്ല? അറിയാം. അറിയാം അല്ലേ? എങ്ങനെയാ ചെയ്യുക? കാലും കൊണ്ടല്ലേ? കാലും കൊണ്ട് എങ്ങനെയാ? ഇട്ടിട്ട് കളിക്കുക. ആ അതെല്ലേ? ഓക്കെ. അപ്പൊ സ്കേറ്റ് ചെയ്യുന്ന ഒരു പിക്ചർ ഉണ്ടല്ലേ നമ്മുടെ ബുക്കില്? എല്ലാവരും ഒന്ന് നോക്കിയേ. കണ്ടോ എല്ലാവരും? സ്കേറ്റ് ചെയ്യുന്ന ഒരു പിക്ചർ ഉണ്ടല്ലേ? ഷീസ് എ ഗേൾ അല്ലേ? ഒരു കുട്ടി സ്കേറ്റ് ചെയ്യുന്നുണ്ടല്ലേ? അതാണ് സ്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന. ആ ഓക്കെ, അങ്ങനെയാണ് സ്കേറ്റ് ചെയ്യുക അല്ലേ? എത്ര പേർക്ക് അറിയാം? ആർക്കും അറിയില്ല അല്ലേ? ഓക്കെ, നോ പ്രോബ്ലം. ലിസൺ. ഓക്കെ, അപ്പോ സ്കേറ്റ് ചെയ്യുന്നതും നമ്മുടെ ബോഡിയെ ഹെൽത്തി ആയി വെക്കും അല്ലേ? നല്ല ഫിറ്റ് ആയിട്ട് ഇരിക്കാൻ സ്കേറ്റിങ്ങും നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലേ? ഓക്കെ, പിന്നെ എന്നിട്ട് പ്ലേ ചെയ്യുന്നുണ്ട് അല്ലേ? കുറെ കുട്ടികള് പ്ലേ ചെയ്യുന്ന ഒരു പിക്ചർ കണ്ടോ? കുറെ പേര്. എന്താ അവര് കളിക്കുന്നത്? ഫുട്ബോൾ കളിക്കാണ് അല്ലേ? ഫുട്ബോൾ ആണ് കളിക്കുന്നത് അല്ലേ? ഓക്കെ, കുറെ പേര് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. എത്ര പേർക്ക് ഫുട്ബോൾ കളിക്കാൻ അറിയാം? ആ, ഇഷാൻ അറിയാം, അയോൺ അറിയാം. Then എല്ലാവർക്കും അറിയാല്ലേ ഫുട്ബോൾ കളിക്കാൻ? കുറെ പേർക്ക് അറിയാല്ലേ? മോസ്റ്റ് ഓഫ് നമ്മുടെ ബോയ്സിന് നന്നായിട്ട് അറിയാം അല്ലേ? ആ, ഗോഡ്വിൻ അറിയാം. ഗോഡ്വിൻ 2 കൈ ഉയർത്തിയിട്ടുണ്ട്. ഗോഡ്വിന് നന്നായിട്ട് ഫുട്ബോൾ കളിക്കാൻ അറിയാമല്ലേ? നെയ്ജൽ, ഭവിക, ജസ്വൽ, ബിനു, ആരോൺ, എല്ലാവർക്കും അറിയാല്ലേ ഫുട്ബോള്? വെരി ഗുഡ്. എല്ലാവരും നല്ല ബോയ്സ് ആൻഡ് ഗേൾസ് ആണല്ലേ? ഗുഡ് ചിൽഡ്രൻസ് ആണല്ലേ എല്ലാവരും? ഓക്കെ, പാർവണക്ക് അറിയാമല്ലേ മോളെ ഫുട്ബോൾ? ഓക്കെ, ഫുട്ബോൾ കളിക്കാം. പിന്നെ ജോഗിങ് ചെയ്യാമല്ലേ? ജോഗിങ്. എന്താണ് ജോഗിങ്? ജോഗിങ് എന്താണെന്ന് അറിയോ? ടീച്ചർ നേരത്തെ പറഞ്ഞു അല്ലേ? രാവിലെ എണീച്ചിട്ട്. ആ, ഇഷാൻ പറയുന്നുണ്ട് അല്ലേ? ഇഷാൻ പറഞ്ഞോളൂ മോനെ. ഇഷാൻ. എനിക്ക് ജോഗിങ് ചെയ്യാൻ അറിയാം. ആ, ജോഗിങ് ചെയ്യാൻ അറിയാമല്ലേ? ഇഷാന് ജോഗിങ് ചെയ്യാൻ അറിയാം. അപ്പോ രാവിലെയോ വൈകുന്നേരമോ കുറച്ച് സമയം നടക്കുകയോ ഓടുകയോ ഒക്കെ ചെയ്യണല്ലേ? അതൊക്കെയാണ് നമ്മുടെ ഹെൽത്ത് ആയിട്ട്, നമ്മുടെ ബോഡിയെ ഹെൽത്തി ആയിട്ട് വെക്കുക അല്ലേ? നല്ല ഫിറ്റ് ആയിട്ട് വെക്കുന്നതൊക്കെ നമ്മുടെ മെന്റലി നമ്മുടെ ഹെൽത്തിന് വളരെ ആവശ്യമാണല്ലേ? നമ്മളിങ്ങനെ ജോഗിങ്ങിനൊന്നും പോകാതെ എക്സസൈസ് ഒന്നും ചെയ്യാതെ മടി പിടിച്ചിരുന്നാൽ ഭയങ്കര ഫാറ്റി ആയിട്ട് അൺഹെൽത്തി ആയി മാറും അല്ലേ? അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് എക്സസൈസ് ചെയ്യും യോഗ ചെയ്യും ഒക്കെ ചെയ്യണം. അതൊക്കെ നമ്മുടെ ഹെൽത്തി ആയിട്ട് വെക്കും അല്ലേ? പിന്നെ സ്കിപ്പ് ചെയ്യുന്ന പിക്ചർ ഉണ്ടോ? ഒരു ഗേൾ സ്കിപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? സ്കിപ്പിംഗ് കണ്ടിട്ടുണ്ടോ? സ്കിപ്പിംഗ് എങ്ങനെയാണെന്ന് അറിയാമോ? സ്കിപ്പിംഗ് അറിയില്ല? ആ, ഒരു ത്രെഡ് ഉണ്ടല്ലേ അവിടെ സ്കിപ്പ് ചെയ്യാൻ യൂസ് ചെയ്യണ. അതുകൊണ്ട് ഇങ്ങനെ ചാടി 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 കളിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇതുപോലെ ഈ പിക്ചറിൽ കാണുന്ന പോലെ. ഓക്കെ, സ്കിപ്പ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരുണ്ടോ? സ്കിപ്പിംഗ് ചെയ്യാൻ അറിയാം അല്ലെ? നസീം മുഹമ്മദിന് അറിയാം അല്ലെ? കുറെ പേർക്ക് അറിയാം അല്ലെ? അയോൺ അറിയാം. അതൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ ബോഡിയെ ഹെൽത്ത് ആൻഡ് ഫിറ്റ് ആക്കി മാറ്റും അല്ലേ? ഓക്കെ, ദെൻ സ്വിമ്മിങ് അല്ലേ? സ്വിമ്മിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ? കുറെ പേർക്ക് സ്വിം ചെയ്യാൻ അറിയാം അല്ലെ? പക്ഷേ മിസ്സിന് ഇതുവരെയും സ്വിം ചെയ്യാൻ അറിയില്ല, ഇതുവരെയും പഠിച്ചിട്ടില്ല. ഓക്കെ, അപ്പോ നിങ്ങളെല്ലാരും സ്വിം ചെയ്യാൻ പഠിക്കണം അല്ലേ? വളരെ എസെൻഷ്യൽ ആണല്ലേ നമ്മൾ സ്വിം ചെയ്യാനൊക്കെ പഠിക്കേണ്ടത്. വലിയ വെള്ളവും പ്രളയവും ഒക്കെ വന്നു കഴിഞ്ഞാല് ഇനിയിപ്പോ മഴ വരും അല്ലേ?
അപ്പൊ നമുക്ക് എങ്ങോട്ടെങ്കിലും swim ചെയ്ത് രക്ഷപ്പെടണ്ടേ? അതിനുവേണ്ടി എല്ലാരും സ്വിമ്മിംഗ് ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കണം അല്ലേ? ഓക്കെ. പിന്നെന്തുണ്ട്? സ്കേറ്റിംഗ് നമ്മൾ പറഞ്ഞു അല്ലേ? ജമ്പിങ് അല്ലേ? ജമ്പിങ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ഹൈ ജമ്പ്, ലോങ് ജമ്പ്, അങ്ങനെ പല ടൈപ്പ് ജമ്പിങ് ഉണ്ട് അല്ലേ? പിന്നെ ബെഡിന്റെ മുകളിൽ കയറിയിരുന്ന് താഴോട്ട് ജമ്പ് ചെയ്യും അല്ലേ? അതൊക്കെ ജമ്പിങ് ആണല്ലേ? പക്ഷേ ശ്രദ്ധിക്കണം കേട്ടോ, ബെഡിലൊന്നും കയറി ആരും താഴോട്ടൊന്നും ജമ്പ് ചെയ്യരുത്. അതൊക്കെ ഭയങ്കര റിസ്ക് ആണല്ലേ? നമ്മൾ ചിലപ്പോ വീണ് കഴിഞ്ഞാൽ നമ്മുടെ തലയും നെറ്റിയൊക്കെ പൊട്ടിപ്പോവും അല്ലേ? അതുകൊണ്ട് അങ്ങനത്തെയുള്ള കുരുത്തക്കേടൊന്നും ആരും ചെയ്യാൻ പാടില്ല. പക്ഷെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി നല്ല സേഫ് ആയിട്ടുള്ള കുറെ ടൈപ്സ് ഓഫ് എക്സർസൈസ് ഉണ്ട് അല്ലേ? ഇനി മുതൽ എല്ലാവരും രാവിലെ എണീറ്റ ഉടനെ എക്സർസൈസ് ചെയ്യില്ലേ? ചെയ്യോ? ചെയ്യണല്ലേ? ഒരുപാട് ടൈപ്പ് ഓഫ് സിമ്പിൾ എക്സർസൈസ് ഉണ്ടല്ലേ? അപ്പോ നമ്മള് ഒരുപാട് ഫുഡൊക്കെ കഴിക്കാറുണ്ട് അല്ലെ? നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പല ഫുഡുകളും നമ്മൾ ഡെയിലി കഴിക്കാറുണ്ട് അല്ലെ? ചോക്ലേറ്റ് കഴിക്കും, ലഡു, സ്വീറ്റ്സ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് സ്വീറ്റ്സ് കഴിക്കും, ഫിഷ്, മീറ്റ്, അതൊക്കെ നമ്മൾ കഴിക്കാറുണ്ടല്ലേ? അപ്പോ അതൊക്കെ കഴിച്ചു കഴിയുമ്പോ നമ്മൾ എന്താവും? മിസ്സിനെ പോലെ ഒരുപാട് വണ്ണം വെക്കും അല്ലേ? ആ വണ്ണം വെക്കുമ്പോ അത് നമ്മള് കൺട്രോൾ ചെയ്യണം അല്ലേ? ഇല്ലെങ്കിൽ നമ്മളെ ബോഡി അൺഹെൽത്തി ആയി മാറും അല്ലേ? അപ്പോ നമ്മൾ രാവിലെ എണീറ്റ ഉടനെ നന്നായിട്ട് എക്സർസൈസ് ചെയ്യാം. രാവിലെ എണീക്ക, ഒരു 6:30 ആകുമ്പോ എണീക്ക എല്ലാരും. എത്ര മണിക്കാ ഉറങ്ങി എണീക്ക എല്ലാവരും? ഇഷാൻ എത്ര മണിക്കാ എണീക്ക? ഇഷാൻ അൺമ്യൂട്ട് ആയില്ലേ മോനെ? 7-8 മണിക്ക്. 7-8 മണിക്ക് അല്ലേ? പിന്നെയോ വേറെ ആരുണ്ട് രാവിലെ ഉറങ്ങി എണീക്കുന്നവര്? സമജ്ന വേറെ അറിയൂ? പിന്നെ ഞാൻ അടിമണിക്ക് എണീക്കാറില്ലല്ലോ. ഓക്കെ. സമജ്ന എത്ര മണിക്കാ ഉറങ്ങി എണീക്ക മോളെ? 8 മണിക്ക് അല്ലേ? അപ്പൊ നമ്മൾ ഏർലി മോർണിംഗ് ഉറങ്ങി എണീക്കണം അല്ലേ? വളരെ നേരത്തെ ഉറങ്ങേ നേരത്തെ എഴുന്നേൽക്കാൻ വേണം അല്ലേ? അപ്പൊ അതാണ് നമ്മുടെ ബോഡിനെ ഫിറ്റ് ആക്കുക. അപ്പോ നാളെ മുതൽ എല്ലാരും 7 മണിക്ക് എണീച്ചോളൂ കേട്ടോ. നാളെ മുതൽ എല്ലാരും 7 മണിക്ക് ഉറങ്ങി എണീക്കുക. എണീച്ച ഉടനെ എക്സർസൈസ് ചെയ്യുക അല്ലേ? എല്ലാവരും ചെയ്യില്ലേ? എല്ലാവരും ചെയ്യില്ലേ? ഭാവ്യാമി എക്സർസൈസ് ചെയ്യാറുണ്ടോ? ഭാവ്യാമി ഉണ്ടല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പോ നാളെ മുതൽ ഉറങ്ങി എണീച്ച ഉടനെ എക്സർസൈസ് ആണ്. എല്ലാ പേരൻസും നോക്കിക്കൊള്ളണേ. നമ്മുടെ കുട്ടികള് നാളെ മുതൽ ഉറങ്ങി എണീക്കും ഉടനെ തന്നെ എക്സർസൈസ് ആണ് കേട്ടോ. ആരും ചാടി വീണ് പരിക്കുകളൊന്നും പറ്റാൻ പാടില്ല കേട്ടോ. നല്ല സേഫ് ആയിട്ടുള്ള നിലത്ത് നിന്നുകൊണ്ട് മാത്രം എക്സർസൈസ് ചെയ്യാം. ഓക്കെ, നിലത്ത് നിന്നുകൊണ്ട് നല്ല സേഫ് ആയിട്ട് എക്സർസൈസ് ചെയ്യാം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മള് നല്ല ഫിറ്റ് ആയിട്ടുള്ള ബോഡി ഉള്ള ആൾക്കാരായിട്ട് മാറുള്ളൂ അല്ലേ? അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? രാവിലെ എണീറ്റ ഉടനെ നന്നായിട്ട് എക്സർസൈസ് ചെയ്യാ അല്ലേ? അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് എത്ര ഫുഡ് വേണമെങ്കിലും കഴിക്കാം അല്ലേ? പിന്നെ നമ്മള് ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും എപ്പോഴും. അതുകൊണ്ട് നന്നായിട്ട് ഫുഡ് കഴിക്കുക, നന്നായിട്ട് എക്സർസൈസും ചെയ്യാം അല്ലേ? ഓക്കെ, ചെയ്യില്ല എല്ലാവരും? ചെയ്യുമല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഭവിക ലിസൺ. അപ്പോ എക്സർസൈസ് ആണ് നമ്മുടെ ബോഡിയെ ഫിറ്റ് ആക്കി വെക്കുന്നത് അല്ലേ? അതിനുവേണ്ടി നമ്മൾ എപ്പോഴും എക്സർസൈസ് ചെയ്യുക, ജോഗിങ് ചെയ്യുക, സ്കിപ്പിംഗ്, ഫ്ലൈയിങ്, സ്വിമ്മിങ്, സ്കേറ്റിംഗ്, ജമ്പിങ് അല്ലേ? ഇതൊക്കെ നമ്മൾ ചെയ്യണം. ഇതൊക്കെ വളരെ ഹെൽത്തി ലൈഫിന് ഇതൊക്കെ എസെൻഷ്യൽ ആണ്. ഓക്കെ, അപ്പോ സ്വിമ്മിംഗ് ഒക്കെ അറിയാത്തവര് സ്വിമ്മിംഗ് ഒക്കെ പഠിക്കുക. എന്ന് വിചാരിച്ച് ആരും കാണാതിരിക്കുമ്പോ വെള്ളത്തിലൊന്നും പോകാൻ പാടില്ല. നമ്മുടെ പാരന്റ്സ് നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോ മാത്രം അവരോട് ചോദിക്കുക അല്ലേ?
നമ്മളെ സ്വിം ചെയ്യാൻ പഠിപ്പിക്കാമോ, സ്വിമ്മിങ് ചെയ്യിക്കാമോ എന്ന് പേരൻസിനോട് ചോദിക്കുക. പേരൻസ് ഇല്ലാത്ത ടൈമിൽ ആരും വലിയ വലിയ വെള്ളത്തിലോ പൂളിലോ തോട്ടിലോ പുഴയിലോ എവിടെയും പോകാൻ പാടില്ല. ഓക്കെ, നമ്മുടെ കൂടെ നമ്മുടെ പേരൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാം, സ്വിമ്മിങ് പഠിക്കാനും പോവുക അല്ലെ. സ്വിമ്മിങ് പഠിക്കാം, നമുക്ക് സ്കിപ്പിംഗ് ചെയ്യാം, ജമ്പിങ് ചെയ്യാം, സ്കേറ്റിംഗ് ചെയ്യാം. ഇതൊക്കെ പഠിച്ചു വെക്കാം അല്ലെ. ക്രിസ്റ്റോ, എന്താണ് മോനെ ക്രിസ്റ്റോ? ഒന്നുമില്ല അല്ലേ? ഓക്കെ, ഒന്നുമില്ല അല്ലേ. ക്രിസ്റ്റോക്ക് സ്വിമ്മിങ് അറിയാമോ ക്രിസ്റ്റോ? അറിയാം അല്ലേ? ആ വെരി ഗുഡ് ക്രിസ്റ്റോ, നല്ല മോനാണല്ലേ. അപ്പോ സ്വിമ്മിങ് ഒക്കെ അറിയാത്തവര് സ്വിമ്മിങ് ഒക്കെ പഠിക്കണം അല്ലേ, എങ്കിൽ മാത്രമേ വെള്ളത്തിൽ ഐ ക്യാൻ ഡു അല്ലേ. ഐവിൻ ജേക്കബ്, ഓക്കെ, ഐവിനും അറിയാം സ്വിം ചെയ്യാനല്ലേ. അപ്പോ എല്ലാവരും ഇഷാൻ അറിയാം. അപ്പൊ സ്വിമ്മിങ് ഒക്കെ നമ്മൾ പഠിക്കണം അല്ലേ. രാവിലെയും വൈകുന്നേരം ഒക്കെ കുറച്ചു നേരം സ്വിം ചെയ്യുന്നതൊക്കെ ബോഡിയെ നല്ല ഫിറ്റ് ആക്കി വെക്കും അല്ലേ. സ്പോർട്സും എക്സസൈസും ഒക്കെ നമ്മുടെ ബോഡിക്ക് വളരെ ഗുഡ് ആണെന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ സ്പോർട്സിൽ പോവാ, സ്കൂളിൽ വന്നു കഴിഞ്ഞാല് സ്കൂള് സ്റ്റാർട്ട് ചെയ്ത് സ്കൂളിൽ വരുമ്പോ എല്ലാവരും സ്പോർട്സ് ഐറ്റംസിലൊക്കെ ജോയിൻ ചെയ്യാം. നന്നായിട്ട് ഓടാനും ചാടാനും, അതൊക്കെയാണ് നമ്മുടെ ഫിസിക്കലി നമ്മളെ ഫിറ്റ് ആക്കുന്നത് അല്ലേ. നമ്മൾ ഫുഡ് കഴിച്ചാലും ഫിസിക്കലി നമ്മള് നല്ല തടിയൊക്കെ വെച്ച് നല്ല വലിയ ആൾക്കാരാവും. പക്ഷെ എന്നാലും എക്സസൈസും സ്പോർട്സും ആണ് നമ്മളെ കൂടുതൽ ഹെൽത്തി ആക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പോ നമ്മുടെ ടൈം കഴിയാൻ പോവാണ്. ഒരു 5 minutes കൂടിയേ നമുക്കുള്ളൂ. ഓക്കെ, അപ്പോ എല്ലാവരും നന്നായിട്ട് സ്പോർട്സ് ഒക്കെ ചെയ്യുക. ഓക്കെ, അപ്പൊ അത് നമ്മുടെ ബോഡിയെ കൂടുതൽ ഹെൽത്തി ആക്കും അല്ലേ. അപ്പൊ ഇന്നോട്ട് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യില്ലേ, എക്സസൈസ് ഒക്കെ ചെയ്യില്ലേ? ചെയ്യുമല്ലേ. പാർവണ, എങ്ങനെയാ മോളെ എക്സസൈസ് ചെയ്യാ? ഒരു എക്സസൈസ് ഒന്ന് കാണിച്ചു തന്നെ മിസ്സിന്, ഏതെങ്കിലും ഒന്ന്. ഏതാ നാളെ തൊട്ട് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്? ഓക്കെ, വെരി ഗുഡ്. സമജ്ന, ഒന്ന് കാണിച്ചേ മോളെ, ഏതാണ് ചെയ്യാൻ പോകുന്നത് നാളെ ഇപ്പോ? കണ്ടുപിടിച്ചിട്ടില്ല അല്ലെ സമജ്ന? ചെയ്യുന്നുണ്ടോ? ഓക്കെ, അപ്പോ നാളെ തൊട്ട് ഏതെങ്കിലും ഒരു എക്സസൈസ് ഒക്കെ ചെയ്യാ അല്ലെ. സ്കിപ്പിംഗ് ഒക്കെ ചെയ്യാൻ പഠിക്കുക അല്ലെ, വേഗം ഈസി ആയിട്ട് പഠിക്കാം. സ്കിപ്പിംഗ്, സ്കേറ്റിംഗ് കുറച്ച് റിസ്ക് ആണ് അല്ലെ. സ്കേറ്റിംഗ് ഒക്കെ കുറച്ച് ടഫ് ആണ് പഠിക്കാൻ വേണ്ടി. ജമ്പിങ്ങും സ്കിപ്പിംഗ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് ചെയ്യാ നാളെ തൊട്ട്. നാളെ തൊട്ട് ക്ലാസ്സിന് വരുമ്പോ എല്ലാവരും ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം അല്ലെ. ഗോഡ്വിൻ, വാട്ട് ആർ യു ഡൂയിങ് there? ഗോഡ്വിൻ, ഓക്കെ, കണ്ണുകൊണ്ടാണ് എക്സസൈസ് ഗോഡ്വിൻ? വിത്ത് ഐസ് അല്ലേ. വെരി ഗുഡ്. ഗോഡ്വിൻ ഐസ് കൊണ്ടിപ്പോ എക്സസൈസ് ചെയ്തു, പക്ഷെ മിസ് മാത്രമേ കണ്ടുള്ളൂ അല്ലെ ഗോഡ്വിൻ? ഓക്കെ ഓക്കെ, അപ്പോ നാളെ തൊട്ട് നമ്മള് തുടങ്ങും അല്ലേ. നമ്മൾ രാവിലെ എഴുന്നേക്കും, ചറ പറ എക്സസൈസ് ആണ് നാളെ തൊട്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം അല്ലേ. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ക്ലാസ് ഉണ്ട് അല്ലേ. ഓക്കെ, നിഹാൽ, വാട്ട് ആർ യു ഡൂയിങ് there? മാസ്ലബ, മോളെ ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ലിസൺ, എങ്കിൽ മാത്രമേ നമ്മള് നന്നായിട്ട് പഠിക്കാൻ പറ്റൂ അല്ലേ. അനയ റോസ്, ഓക്കെ, വാട്ട് ആർ യു ഡൂയിങ് there? ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കളയാണോ അനയ? ക്ലാസ് തുടങ്ങിയതല്ലേ ഉള്ളൂ, പുതിയ ബുക്കല്ലേ, കളയരുത് കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്കിപ്പോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. ആദൽ, സിറിൽ, അഭിരാമി, സജീദ്, എല്ലാവരോടും ബൈ. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ക്ലാസ് ഉണ്ടല്ലേ. ബൈ ബൈ. ഓക്കെ, ആഫ്റ്റർനൂൺ നമുക്ക് വീണ്ടും ക്ലാസ് ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പൊ പോയി ഫുഡൊക്കെ കഴിച്ച് നന്നായിട്ട് വരിക. ഓക്കെ.
നന്നായിട്ട് ഫുഡ് കഴിക്കുക. നല്ല മിടുക്കി കുട്ടികളായിട്ട് മിടുക്കന്മാരായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അല്ലേ? ഓക്കെ ബൈ ബൈ ബൈ.